ആയിരക്കണക്കിന് യാത്രക്കാരുടെ ആശ്രയമായിരുന്ന പുളിങ്കുന്നിലെ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ജങ്കാർ കടവിൽ പ്രതിഷേധ ധർണ നടത്തി. JPS സംസ്ഥാന സെക്രട്ടറി NK ബിജു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതികൾക്കും അതീതമായ കരുത്തുറ്റ ജനാധിപത്യ പ്രക്ഷോഭം മാത്രമാണ് ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏക മാർഗമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ പോലും അത് നിലനിർത്തുകയാണ് ചെയ്യുക. ആ സംവിധാനം നിലനിർത്തണം. കാരണം ജനങ്ങൾക്ക് ഇത് അർഹതപ്പെട്ടതാണ്, അത് അവകാശമാണ്. അപ്പൊ അത് ഇല്ലാതാക്കുമ്പോൾ എന്ത് ചെയ്യണം? ജനങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സഞ്ചരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യകത. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ മാത്രം ആവശ്യകത. കക്ഷി രാഷ്ട്രീയത്തിന് അതീതവും ജാതിമതത്തിനൊക്കെ അതീതമായ ഒരു ആവശ്യകതയാണ് ഇത്തരം സഞ്ചാരം എന്ന ആവശ്യകത. അപ്പൊ ഇത്തരം അവകാശങ്ങൾ നമ്മളിൽ നിന്നും കവർന്നെടുക്കുമ്പോൾ അത് തിരിച്ചു ചോദിക്കുവാൻ, ഒരുമിച്ച് നിന്ന് തിരിച്ചു ചോദിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയം തടസ്സമാകാൻ പാടില്ല. നമ്മുടെ മറ്റു വിശ്വാസങ്ങളൊന്നും തടസ്സമാകാൻ പാടില്ല. ഇവിടെ നമ്മളെല്ലാവരും ഒരു മതസ്ഥർ ആയി മാറുകയാണ്, ഒരേ വിശ്വാസികളായി മാറുകയാണ്. നമ്മളെല്ലാം ഈ വിധത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കവർന്നെടുക്കുന്ന സമീപനത്തിനെതിരായ ഒരു നിലപാടിൽ ഒരുമിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രക്ഷോഭത്തിൽ ഒരു വീറുറ്റ നിലപാട് സ്വീകരിക്കുവാൻ, അവകാശം നേടിയെടുക്കുന്നത് വരെ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കുവാൻ, ജനാധിപത്യപരമായ ഏത് മാർഗവും ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അവലംബിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഇവിടുത്തെ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതി താലൂക്ക് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കളായ ജോസഫ് ചേക്കോടൻ, R രാജേന്ദ്രകുമാർ, ജോസഫ് K നെല്ലുവേലി, അലക്സ് മാത്യു, തങ്കച്ചൻ വാഴേച്ചിറ, പാപ്പച്ചൻ മാങ്കുളം, PR സതീശൻ, സോണിച്ചൻ പുളിങ്കുന്ന്, ജോൺ C ടിറ്റോ തുടങ്ങിയവർ സംസാരിച്ചു. ജങ്കാർ സർവീസ് പുനരാരംഭിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിശാലമായ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജനകീയ ഹർത്താലും മനുഷ്യച്ചങ്ങലയും നടത്തുമെന്ന് ജനകീയ പ്രതിരോധ സമിതി അറിയിച്ചു. ചമ്പക്കുളം കൃഷിഭവന് കീഴിലെ കൊക്കണം പാടശേഖരത്തിൽ രണ്ടാം കൃഷി പ്രതിസന്ധിയിലെന്ന് പരാതി. കേടായ മോട്ടോറിന്റെ തകരാർ പരിഹരിക്കാൻ 22 ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് ഇതുവരെയും തിരികെ എത്തിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 12ാം വാർഡിൽ ഉൾപ്പെട്ടതാണ് കൊക്കണം പാടശേഖരം. 160 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ സാധാരണക്കാരായ 131 കർഷകരുണ്ട്. രണ്ടാം കൃഷിക്കായി കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കി ഇവിടെ മോട്ടോർ പണി മുടക്കിയത്. 3 ദിവസത്തിനകം തകരാർ പരിഹരിച്ച് നൽകാമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്പനിക്കാർ മോട്ടോർ എടുത്തുകൊണ്ടുപോയി. 22 ദിവസമായിട്ടും തിരികെ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, വിളിച്ചാൽ ഇവർ ഫോണും എടുക്കില്ല. 100 ഏക്കറിൽ വിതയ്ക്കാൻ തയ്യാറാക്കിയ വിത്തും ഇതോടെ പാഴായി. ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഫസ്റ്റിലെ കൊണ്ടുവന്ന് വെച്ച പമ്പാണ്. ഈ പമ്പ് സർക്കാർ ഫ്രീ ആയിട്ട് തന്നതാണ്. അതുകൊണ്ട് 16 ലക്ഷം രൂപ വില ഉണ്ടാകുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ഇത്തവണത്തെ രണ്ടാം കൃഷിക്ക് വേണ്ടി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ മോട്ടോർ കേടായിപ്പോയി. ഒരു 40 ദിവസത്തോളമായി. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഇതുപോലെ ഇതിന്റെ ഷാർട്ടർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് 10-15 ദിവസം അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫിറ്റർമാർ സേലത്തുനിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ മോട്ടോർ കേടാണെന്നും പറഞ്ഞ് 3 ദിവസത്തിനകം നന്നാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടിപ്പം 21 ദിവസമായി. ഇതേവരെ ഇവിടെ എത്തിയിട്ടില്ല. അതിന്റെ സെക്ഷന്റെ വർക്കർമാരായിരുന്നു ചോദിക്കുമ്പം അവരിപ്പം ലാസ്റ്റ് ഫോൺ എടുക്കാതെ വന്ന് ഇവിടെ 100 ചില്ലാനം ഏക്കറോളം വിത്ത് കെട്ടി അത് മുഴുവൻ വിത്ത് പോയിട്ട് താറാവുകാർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ കള പറ്റി ഇവർ പറഞ്ഞതനുസരിച്ച് മോട്ടോർ ഓടിച്ച് മറ്റുള്ള 2 മോട്ടോർ ഓടി വെള്ളം പറ്റി കിടക്കുകയാണ്. ഇപ്പോൾ ഇത് കളനാശിനി കള കണ്ടമാനം കിളുത്ത് കള നശിക്കുന്ന ഒരു വൻ തുക ഇപ്പം കർഷകർ മുടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. ജൂൺ 15 വിതയ്ക്കേണ്ട പാടശേഖരമായിരുന്നു. ജൂലൈ 5 വിതയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള മോട്ടോർ തറയുടെ അവസ്ഥയും പരിതാപകരമാണ്. ഇതിനുവേണ്ട നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. പാടശേഖരം പറ്റുവന്നപ്പോൾ ഇപ്പോൾ കളയം കിളുത്ത് കിട്ടിയ വിത്ത് വിതയ്ക്കാൻ മേലാത്ത രീതിയിൽ അത് വിതച്ചവർ ഏകദേശം 10-60 ഏക്കറോളം വില നടന്നിട്ടുള്ളതാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുക. താറാവുകാർ ബലമായിട്ട് താറാവുകാർ വന്നിറങ്ങി താറാവ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് ഈ ചെറുകിട കൃഷിക്കാരെ എന്തെങ്കിലും രീതിയിൽ ഉത്തരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇവിടുത്തെ ഒരു മോട്ടറും തറയുണ്ട്. ആ മോട്ടറും തറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ്. അതൊന്ന് മാറ്റിത്തരണം. അതിന് വേണ്ട നടപടികൾ ഈ സർക്കാരിൽ നിന്നും അല്ലെ കൃഷി ഓഫീസിൽ നിന്നും അല്ലെ പുഞ്ചകൃഷി ഓഫീസിൽ നിന്നും അതിന് വേണ്ട നടപടി ഇവിടെ വന്ന് ഈ മോട്ടോർ തറ കാണുകയും ആ കണ്ടന്റ് അനുസരിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്തു തരണം എന്നാണ് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ പറയാനുള്ളത്. 5 കിലോമീറ്റർ ചുറ്റളവുള്ള പാടശേഖരത്തിൽ ബാക്കിയുള്ളത് 2 മോട്ടോറുകളാണ്. പാടശേഖരത്തിൽ മുഴുവൻ കള കിളിർത്തുവെന്നും ഭൂരിഭാഗം കർഷകർക്കും വിതയ്ക്കാനായില്ലെന്നും ഇനി കൃഷി ഉപേക്ഷിക്കുകയേ മാർഗമുള്ളൂവെന്നും കർഷകർ പറയുന്നു.
വിഷയത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തര നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുന്നുവെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ തത്സമയ പ്രശ്നോത്തരി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അപ്പോൾ നല്ല മനുഷ്യരാകാനുള്ള പ്രക്രിയയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസത്തിൽ നല്ല അറിവും വിവരവും വിജ്ഞാനവും നേടാൻ വായന കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ച് സംഘടിപ്പിച്ച വായിച്ചു വളരാം സമ്മാനം നേടാം തത്സമയ പ്രശ്നോത്തരിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ് അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS. സുമേഷ്, പ്രധാനാധ്യാപിക KS. ജ്യോതിഷ് കുമാരി, അധ്യാപിക PK. കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ ക്വിസ് അവതരിപ്പിച്ചു. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രധാനാധ്യാപിക N. മായ, അധ്യാപകരായ സുജ ജോസഫ്, K. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാഹിത്യ മേഖലയിലെ അതികായരെക്കുറിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് നിർമ്മിച്ച ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികളോട് തത്സമയം ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം ഉത്തരം പറയുന്നവർക്ക് അവിടെ വെച്ച് തന്നെ പുസ്തകങ്ങൾ സമ്മാനമായി വിതരണം ചെയ്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തിയിലും പണ്ടാരക്കുളത്തും അടിക്കടിയുണ്ടാകുന്ന ബ്ലോക്കിൽ വലഞ്ഞ യാത്രക്കാർ. ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പള്ളാത്തുരുത്തി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കൂറ്റൻ ക്രെയിൻ പഴയ പാലത്തിൽ നിർത്തിയിടേണ്ടി വരുന്നുണ്ട്. ഈ സമയമത്രയും അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ ഇരുവശത്തും വാഹനങ്ങൾ തിങ്ങി നിറയും. അച്ചടക്കമില്ലാത്ത ചിലർ വഴിതെറ്റിക്കുക കൂടി ചെയ്താൽ പിന്നെ പറയാനുമില്ല. ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ ശരിയായ രീതിയിൽ കടത്തിവിടുന്നതിനും കരാർ കമ്പനി വേണ്ടത്ര തൊഴിലാളികളെ നിയോഗിച്ചിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. പണ്ടാരക്കുളം മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടില്ലാത്തതിനാൽ ഇവിടെയും രാത്രികാലങ്ങളിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാകുന്നു. രാത്രി 9 മണിക്കുള്ള ദൃശ്യങ്ങളാണിത്. രാത്രികാലങ്ങളിൽ ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി ഹോം ഗാർഡുകളോ കരാർ കമ്പനി തൊഴിലാളികളോ ഉണ്ടാകാറില്ല. 1-2 മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നുവെന്നാണ് യാത്രക്കാരുടെ പരാതി. പള്ളാത്തുരുത്തിയിലെയും പണ്ടാരക്കുളത്തെയും യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്ന് യാത്രക്കാരും ദൃശ്യങ്ങൾ അയച്ചു തന്ന KCV ന്യൂസ് പ്രേക്ഷകരും ആവശ്യപ്പെടുന്നു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ചങ്ങനാശ്ശേരി നഗരസഭാ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും ഉദ്ഘാടനം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇത്രയും ആളുകൾ വന്നിട്ട് കണ്ടപ്പോൾ തന്നെ സന്തോഷമുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുണ്ടല്ലോ എന്നറിയുന്നു. നമ്മുടെ വേഷങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മുടെ ആളുകൾ കൂടുതൽ ഇതിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, വിഷരഹിത പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പച്ചക്കറികളോ ഒക്കെ നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുടെ ഒത്തിരി വിഷമയമായ പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി അസുഖങ്ങൾ ഇന്ന് പടർന്ന് പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട്, അതായത് നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ വരുമാന സ്രോതസ് തന്നെയായിരുന്നു കൃഷി. പക്ഷേ ഇന്ന് നമ്മുടെ ജനങ്ങളൊക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ട് കൃഷിയിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ആ ഒരു താല്പര്യം കുറയുകയാണ്. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. മാടപ്പള്ളി അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ അനീന സൂസൻ സക്കറിയ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശരത് ചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, നഗരസഭാ കൗൺസിലർമാരായ സ്മിത സുനിൽ, ഗീത അജി, ബാബു തോമസ്, രാജു ചാക്കോ, അരുൺ മോഹൻ, കൃഷി അസിസ്റ്റന്റ് R. കവിത എന്നിവർ സംസാരിച്ചു. മണ്ണു പരിശോധനയും വളപ്രയോഗവും എന്ന വിഷയത്തിൽ സോയിൽ കെമിസ്റ്റ് സാജു ക്ലാസ് നയിച്ചു. തുടർന്ന് പച്ചക്കറി വിത്തുകളും തൈകളും സൗജന്യമായി വിതരണം നടത്തി. 50 രൂപ സബ്സിഡി നിരക്കിൽ തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് സഹായ ഉപകരണ ബാങ്ക് പദ്ധതിയുടെയും ലാബ് കമ്പ്യൂട്ടറൈസേഷന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലിയേറ്റീവ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വെളിയനാട് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾക്കാണ് പാലിയേറ്റീവ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പൊതുസമ്മേളനവും പാലിയേറ്റീവ് ഉപകരണ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം
നമ്മുടെ പുളിങ്കുന്ന് ആശുപത്രിയുടെ നിലവിലുള്ള സാഹചര്യങ്ങളെ പരമാവധി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത് തീരെ അവശരും ആദരവുമായിട്ടുള്ള ആളുകളുടെ അവരെ പരമാവധി ചേർത്ത് പിടിക്കാനും അവരെ സഹായം നൽകുന്നതിനും വേണ്ടി ബ്ലോക്ക് ഭരണസമിതി പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നിരവധി ലക്ഷങ്ങൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചെലവഴിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ളതിൽ അതിന്റെ വികസന സാധ്യതകൾക്ക് പരമാവധി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സർക്കാർ അനുവദിക്കപ്പെട്ട നമുക്ക് പുതിയ ആധുനിക സംവിധാനങ്ങളോടുകൂടി കെട്ടിടം അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിതാന്ത ജാഗ്രതയിലും അതീവ ശ്രദ്ധയിലുമാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് റോഡ് നിർമ്മാണവും ആ റോഡിന് വേണ്ടി സ്ഥലം കണ്ടെത്താനും അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനും നമ്മൾ പരമാവധി പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് അധ്യക്ഷയായി. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈജു ഹമീദ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ സ്ഥാപിച്ച ഫുള്ളി ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ ലാബ് കമ്പ്യൂട്ടറൈസേഷന്റെ ഉദ്ഘാടനം പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫും അനലൈസർ സ്വിച്ച് ഓൺ കർമ്മം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സബിത രാജേഷ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് പ്രീതി സജി, ആശാദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ തങ്കച്ചൻ, കെ സുരമ്യ, ആർ രാജുമോൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ ഡോക്ടർ കെ എസ് രേഖ, HMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ നടത്തിയ അനുസ്മരണം വേറിട്ട അനുഭവമായി മാറി. ബഷീറിന്റെ ആത്മകഥാംശമുള്ള പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും ഖദീജയും, മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരിക്കുന്ന ബഷീർ, പൊൻകുരിശു തോമ, മണ്ടൻ മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ നായർ, സാറ, മജീദ്, സുഹറ തുടങ്ങിയ കഥാപാത്രങ്ങൾ വേഷപ്പകർച്ചയുടെ വേദിയിലെത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ധന്യ തെരേസ്, വർഗീസ് ആന്റണി, ഷൈനിക്കുട്ടി ആന്റണി, ആശ ജോസ്, സിസ്റ്റർ മരിയ ആൻഡോ, ലിൻഡ ജോസഫ് എന്നിവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി. പുളിങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഞമ്മൾ പാത്തുമ്മ, എൻ്റെ ഇക്കാനെ അറിയാവോ? ബഷീർ മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. നമ്മളെ പറ്റി എഴുതിയിട്ടുണ്ട്. പാത്തുമ്മന്റെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബഷീർ കൃതികളിലെ മാനവികത എന്ന വിഷയത്തിൽ സിംപോസിയവും കഥാപാത്ര അവതരണവും നടന്നു. കഥാകാരന്റെ കഥകൾക്ക് ദൃശ്യാവിഷ്കാരം നടത്തിയും കഥാപാത്രങ്ങൾക്ക് വേഷപ്പകർച്ച നൽകിയും ബേപ്പൂർ സുൽത്താന്റെ കഥകളുടെ വായനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ബഷീർ അനുസ്മരണ പ്രഭാഷണവും ബഷീർ കൃതിയുടെ സിനിമാ പ്രദർശനവും സാഹിത്യ പരിപാടിയുടെ ഭാഗമായി നടത്തി. ഇക്കാളുടെ പുതപ്പും പുസ്തകം കഴിച്ചത് തെറ്റല്ലേ എൻ്റെ ആട് ചെയ്യുള്ളൂ. വിശന്നപ്പോൾ കഴിച്ചതല്ലേ എൻ്റെ ആട്. എൻ്റെ ആടിനെ ഇക്കാ പിടിച്ച് കെട്ടിയിട്ടില്ലേ, അതുകൊണ്ട് ആ പാവം വിശന്ന് നിൽക്കുമായിരുന്നു. മങ്കൊമ്പ് YMPSC ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം മാധ്യമപ്രവർത്തകൻ റോയ് കൊട്ടാരത്തിൽ ചിറ ഉദ്ഘാടനം ചെയ്തു. ബഷീറിന്റെ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബഷീർ മാത്രമല്ല, നമുക്ക് ഒത്തിരി ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഒരു ലൈബ്രറിയിലാണ്. കുട്ടനാട്ടിലെ വളരെ പ്രസിദ്ധമായ, കുട്ടനാട് എന്ന് പറയുന്നത് അറിയാലോ, കുട്ടനാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പ്രമുഖരുടെയൊക്കെ നാടാണ്. നിങ്ങളുടെ ഈ നാട്ടിലാണ് ലോക പ്രശസ്തനായ ഭാരതരത്നം കിട്ടിയ ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ചു വളർന്ന സ്ഥലമല്ല. ഇവിടെ തന്നെ PR പ്രസാദ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖര് ഒത്തിരിയേറെ കലാകാരന്മാരും കവികളൊക്കെ, കാവാലം നാരായണപ്പണിക്കർ സാറ്, കാവാലം ബാലേന്ദ്രൻ, അതോടൊപ്പം തന്നെ കാവാലം ശ്രീകുമാർ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി പ്രമുഖരുടെ നാടാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ഇത് തന്നെയാണ്. നിങ്ങളും ഈ വരും തലമുറയിൽ പ്രതിഭകളായിട്ട് വരേണ്ട ആളുകളാണ്. അതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്ന ഒരു വേദിയാണ് ഈ സ്കൂളിലെ അന്തരീക്ഷവും. ഇപ്പോൾ നിങ്ങൾ ഈ വേഷമൊക്കെ ധരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറക്കുമോ? അത് ഇല്ല. നിങ്ങൾ ബഷീറിനെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടാവും. എന്താ ഉണ്ടാകുന്നത്? ഞാൻ ബഷീറിന്റെ കഥാപാത്രമായിട്ട് വേഷം കെട്ടിയിട്ടുള്ള ആളാണെന്നുള്ള തോന്നലുണ്ടാവും, ഇല്ലേ?
യോഗത്തിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ലിനു ജോസഫ് അധ്യക്ഷനായിരുന്നു. മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽസമ്മ സേവിയർ, ചെറുകര SNDP UP സ്കൂൾ അധ്യാപിക അനിത വിഷ്ണുവാമനൻ നമ്പൂതിരി, മങ്കൊമ്പ് LP സ്കൂൾ അധ്യാപകൻ PA മനോജ്, BRC കോർഡിനേറ്റർ PS ശ്രീജിത്ത്, അമല സാന്ദ്രകുമാർ, മിനി കണ്ണൻ, പ്രിയദർശിനി വിക്രമൻ, ബാലവേദി പ്രവർത്തകരായ ഏഞ്ചലീന ലിനു, വിഘ്നേഷ് രാജേഷ്, ജീവൻ P പ്രദീപ് എന്നിവർ സംസാരിച്ചു. എടത്വ KSRTC ഡിപ്പോയിൽ നിന്നും മുട്ടാർ സെൻട്രൽ റോഡ് വഴിയുണ്ടായിരുന്ന മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് K സുരമ്യയുടെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചു. കുട്ടനാട് MLA തോമസ് K തോമസിന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ, 6ാം വാർഡ് മെമ്പർ ലതീഷ് കുമാർ, സെക്രട്ടറി ബിനു ഗോപാൽ എന്നിവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്. മുട്ടാർ സെൻട്രൽ റോഡ് വഴിയുണ്ടായിരുന്ന മുഴുവൻ KSRTC സർവീസുകളും പുനരാരംഭിക്കണമെന്നാണ് ഭരണസമിതിയുടെ ആവശ്യം. റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂലൈ 6-ന് റോട്ടറി ഭവനിൽ നടക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 റോട്ടറി സ്ഥാപിച്ച ശേഷം ഇതുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോഴും സജീവമായിരുന്നു. അതുപോലെ ഈ വർഷവും ഞങ്ങൾ സജീവമാകാൻ ഉദ്ദേശിക്കുന്നു. 2024 ജൂലൈ 7-ാം തീയതിയാണ് ഒഫീഷ്യലായ ചടങ്ങ്, ഇൻസ്റ്റലേഷൻ ചടങ്ങ്. ഇൻസ്റ്റലേഷനിൽ മുഖ്യാതിഥിയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ, പിന്നെ ഞങ്ങളുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശിരീഷ് കേശവൻ, 3 AG രഞ്ജിപ്പിക്കും. ഈ പരിപാടിയിൽ ഈ ചടങ്ങിൽ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. 2 വീൽചെയർ നിർബന്ധമായ രോഗികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് KG ഗോപാലകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി K സോമനാഥൻ നായർ സ്ഥാനമേൽക്കും. ചടങ്ങിൽ വീൽ ചെയറുകൾ വിതരണം ചെയ്യും. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച PSC മെമ്പർ C ജയചന്ദ്രൻ, ക്ഷീര കാർഷിക രംഗത്തു നിന്നും അനിൽ അമ്പാടി, കലാരംഗത്തു നിന്നും അനു അനന്തൻ എന്നിവരെ ആദരിക്കും. ഈ സാമ്പത്തിക വർഷം 2 വീടുകൾ നിർധന കുടുംബങ്ങൾക്ക് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നവജാത ശിശുക്കൾക്കുള്ള എൻ്റെ കൺമണി കിറ്റുകൾ ഗവൺമെൻറ് ആശുപത്രികളിൽ കേരള വിഷനുമായി സഹകരിച്ച് നൽകും. പകർച്ചവ്യാധികൾ തടയുന്നതിൻ്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കും. നിരവധി മെഡിക്കൽ ക്യാമ്പുകളും വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങളും ഈ കാലയളവിൽ നൽകും. ഇതോടൊപ്പം റോട്ടറി ഭവന്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് മുൻ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പ്രകാശ് V കൈമൾ, K സോമനാഥൻ നായർ, ടൈറ്റസ് P കുര്യൻ, അജിത് പഴവൂർ, രതീഷ് മാച്ചൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തലവടി സ്വദേശി മജേഷിന് ചികിത്സാ സഹായ നിധി കൈമാറി. തലവടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ നിന്ന് സമാഹരിച്ച 7,28,030 രൂപയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ മജേഷിന്റെ പിതാവ് മനോഹരന് കൈമാറിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, തലവടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുജി സന്തോഷ്, കൊച്ചുമോൾ ഉത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ജെ വൈലപ്പള്ളി, സമിതി ട്രഷറർ സതീശൻ എന്നിവർ പങ്കെടുത്തു. വൃക്കരോഗത്തെ തുടർന്ന് 1 വർഷമായി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മജേഷ് ചികിത്സയിലാണ്. ഭാര്യ സജിത വൃക്ക ദാനം ചെയ്യുവാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും 15 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മജേഷിനായി ചികിത്സാ സഹായനിധി സമാഹരിച്ചത്. 2ാം കൃഷി ഇറക്കിയ എടത്വ നെടുമുടി പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ കരിഞ്ചാഴിയുടെ സാന്നിധ്യം കണ്ടുവരുന്നതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് കരിഞ്ചാഴിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടുവരുന്നത്. തണ്ടുതുരപ്പന്റെയും എലിവെട്ടിന്റെയും സമാനമായ ലക്ഷണങ്ങൾ കണ്ടാൽ കരിഞ്ചാഴി ആക്രമണം സംശയിക്കാം. ഇവ നെൽച്ചെടിയുടെ ചുവട്ടിലിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലം
നെൽച്ചെടികൾ കരിഞ്ഞു പോകുന്നു. കൃഷിയിടത്തിൽ ഇറങ്ങി നോക്കി കീടസാന്നിധ്യം ഉറപ്പിച്ചതിനു ശേഷം മാത്രം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കരിഞ്ചാഴി സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ മങ്കൊമ്പിലെ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രവുമായി 9383470697 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ചങ്ങനാശ്ശേരി മോർക്കുളങ്ങര AKM പബ്ലിക് സ്കൂളിൽ DCL യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി മേഖലാ ഓർഗനൈസർ ജോഷി കൊല്ലാപുരം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മുടെ DCLന്റെ AKM യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു. വിവിധ പരിപാടികൾ നമ്മൾ കഴിഞ്ഞ വർഷവും പ്ലാൻ ചെയ്തിരുന്നു. പലതരം ഇവിടുന്ന് കുട്ടികൾ എത്തുകയുണ്ടായി. ഈ വർഷവും നമ്മുടെ കോട്ടയത്തു നിന്ന് തന്നെ പല പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാം ഒരു കുടുംബം സിസ്റ്റർ പറഞ്ഞതുപോലെ ജാതി മത ഭേദമന്യേ കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം കുട്ടികളാണ് മുതിർന്നവർ തന്നെ പലരും പറയുന്നു ഞാനും DCയിൽ നിന്ന് വളർന്നു വന്നതാണ് എന്ന് പല മേഖലയിലുള്ളവർ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഈ അടിത്തറ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ പല മേഖലകളിലായിരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. മാനേജർ സിസ്റ്റർ ലിസ് മരിയ വാഴേക്കളം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ സാന്റ മരിയ തുരുത്തിമറ്റത്തിൽ ആമുഖ സന്ദേശം നൽകി. സ്റ്റാഫ് സെക്രട്ടറി സോളി മാത്യു, ഡയറക്ടർമാരായ മറിയാമ്മ ജോൺ, ടീന നേവി, DCL ലീഡർ മാസ്റ്റർ ആൻഡോ ജോൺ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഭാരവാഹികളായി തീർത്ഥ തരുൺ, ആൻഡോ ജോൺ, ഡെന്നിസ് സോണി, ദേവിക റനീഷ്, ആരാധ്യ അജയ്, അർജുൻ സന്തോഷ്, ആദിത്യൻ B നായർ, അലീറ്റ നെൽസൺ എന്നിവരെ തിരഞ്ഞെടുത്തു. പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2024-26 വർഷത്തേക്കുള്ള ദിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ജൂലൈ 9 ചൊവ്വാഴ്ച രാവിലെ 10-ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും നടത്തുമെന്ന് IMT ഡയറക്ടർ അറിയിച്ചു. ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ലോജിസ്റ്റിക് എന്നിവയിൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷന് അവസരമുണ്ട്. ഫിഷറീസ് വിഭാഗക്കാർക്കും SC/ST OBC വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും. 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 047222676602 എന്ന നമ്പറിലോ 9188067601 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.